ഹലോ. പ്രസവത്തിൻ്റെ തലേ ദിവസം വരെ ജോലിക്ക് പോയ ഒരാളാണ് ഞാൻ. പ്രസവം കഴിഞ്ഞിട്ട് 3-ാം മാസം വർക്ക് ഫ്രം ഹോമായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഒന്ന് നോക്കിയാൽ എൻ്റെ പ്രഗ്നൻസിയിലൂടെ നീളവും ഡെലിവറിക്ക് ശേഷവും എന്നെ പോസിറ്റീവായിട്ട് തുടരാനായിട്ട് സഹായിച്ച വലിയൊരു കാര്യമാണത്. മൂത്ത ആളുണ്ടാവുന്ന സമയത്ത് കോവിഡ് ആയിരുന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, എല്ലാവരും ചുറ്റിനുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രഗ്നൻസിയിലെ 9 മാസവും ഡെലിവറിക്ക് ശേഷം 3 മാസത്തിന് ശേഷമുള്ള സമയം ഇതുവരെയും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഡെലിവറിക്ക് ശേഷമുള്ള 3 മാസം എൻ്റെ അച്ഛനും അമ്മയും അനിയത്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡിപ്രഷൻ്റേതായ കുറേയധികം സാഹചര്യങ്ങളെ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് മുന്നേ തന്നെ മനസ്സിലാക്കിയിട്ട് അത് ഓവർകം ചെയ്യാനുള്ള എല്ലാ ഐഡിയാസും ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സമയം വെറുതെ ഇരിക്കാറില്ല, എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഒരു കുഞ്ഞു വാവ നമുക്കിടയിൽ വരുന്നതിന് മുൻപേ കാര്യങ്ങൾ നടന്നതുപോലെ ഒന്നും നടക്കില്ലായിരിക്കും. പക്ഷെ ഞാൻ ആ സാഹചര്യങ്ങളോട് വളരെയധികം പൊരുത്തപ്പെട്ടു. കുഞ്ഞു വാവേനെയും അവൻ്റെ വാശികളെയും വളരെ ഇഷ്ടത്തോടെ സ്നേഹിച്ചു തുടങ്ങി. വാവയെ കൂട്ടിയിട്ട് തന്നെ നടക്കാനും കറങ്ങാനും ഒക്കെ പോകാൻ തുടങ്ങി. വാവനെ കയ്യിൽ വെച്ചിട്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങി. ഒരു സൈഡിലൂടെ എൻ്റെ പാഷനായ കോണ്ടന്റ് ക്രിയേഷനും തുടങ്ങി. 3 മാസത്തിന് ശേഷം ജോലിയിൽ ജോയിൻ ചെയ്തു. 6 മാസത്തിന് ശേഷം ഉണ്ണീനെ ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോയി തുടങ്ങി. എൻ്റെ 2 മക്കളുടെ വാശികളും ഉറക്കമില്ലാത്ത രാത്രികളും ഇപ്പോഴും ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കാറില്ല എനിക്ക് തന്നെ. ഒരു പക്ഷേ ഞാനൊരു നല്ല അമ്മയല്ലായിരിക്കാം. എൻ്റെ മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറുണ്ട് നന്നായിട്ട്. ഞാൻ ഒരു നല്ല അമ്മയല്ലാന്നും ഞാനൊരു നല്ല സ്ത്രീയല്ലാന്നും ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കാറില്ലാന്നും ഒക്കെ എൻ്റെ ചുറ്റിനുള്ള പലരും ഞാൻ കേട്ടും കേൾക്കാതെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. കാരണം നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളെ ചവിട്ടാനായിട്ട് യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാത്ത ആൾക്കാർ നമ്മളെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളെ തള്ളിയിടാൻ തന്നെ നോക്കുള്ളൂ. ഞാൻ അത്യാവശ്യം മാനസികമായിട്ട് കരുത്തുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഇത് തനിയെ ഓവർകം ചെയ്തു. അതിന് സാധിക്കാത്തവർ എത്രയും വേഗം ഒരു കൗൺസിലിങ്ങിന് പോവാം. നമ്മൾ പെണ്ണുങ്ങൾ നമ്മളുടെ അത്രയും കരുത്തരായ ഒരാൾ പോലും ഭൂമിയിലില്ലടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.